കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള കടുത്ത പാചകവാതക ക്ഷാമമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. വീടുകളിലെ അടുക്കളകൾ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന IT പാർക്കുകൾ വരെ ഈ പ്രതിസന്ധിയുടെ നിഴലിലാണ്. സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ ഇത്രമേൽ ബാധിച്ച മറ്റൊരു ഇന്ധന പ്രതിസന്ധി അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിതരണം പൂർണ്ണമായും നിലച്ചതോടെ സംസ്ഥാനം ഒരു സമ്പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന ഭീതിയും ശക്തമാണ്. കേരളത്തിന്റെ അഭിമാനമായി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള IT ഹബ്ബുകൾ ഇന്ന് വിജനമാകാൻ ഒരുങ്ങുകയാണ്. കോവിഡിന് ശേഷം ജീവനക്കാർ ഓഫീസിലേക്ക് സജീവമായി മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ പ്രതിസന്ധി ഇടുത്തി പോലെ എത്തിയത്. ടെക്നോ പാർക്കിലെ കഫറ്റീരിയകൾ പലതും പാചകവാതകമില്ലാത്തതിനാൽ പൂട്ടിക്കഴിഞ്ഞു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന IT ജീവനക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാത്തത് വലിയൊരു വെല്ലുവിളിയാണ്. ഹോസ്റ്റലുകളിലും പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളിലും താമസിക്കുന്ന 1,00,000-ഓളം ജീവനക്കാർ ഭക്ഷണത്തിനായി പൂർണ്ണമായും പുറത്തെ ഹോട്ടലുകളെയും ക്യാന്റീനുകളെയുമാണ് ആശ്രയിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് ജീവനക്കാരുടെ ആരോഗ്യത്തെയും പ്രവർത്തനക്ഷമതയും ബാധിക്കും. ഈ സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരെ വീണ്ടും വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഗൗരവകരമായി ആലോചിക്കുകയാണ്.